നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഒബീസ് വേൾഡ്. അപ്പൊ ഗൈസ്, ഗുരുവായൂർ അമ്പല നടയിൽ പൃഥ്വിരാജ് ബേസിൽ ജോസഫിന്റെ പടം. അപ്പൊ ഞാൻ പടം കണ്ടു കഴിഞ്ഞ് വന്നു. പടം എങ്ങനെ ഉണ്ടാകുന്ന ചോദിച്ചാൽ കിടിലൻ പടം. അടുത്തൊരു ഇൻഡസ്ട്രി ഹിറ്റ് മലയാളത്തിൽ ലോഡിങ്. വിപിൻ ദാസ് ജയ 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 ഹേക്ക് ശേഷം ഡയറക്ട് ചെയ്യുന്ന സിനിമ. എന്താ പറയാ, പുള്ളിക്കാരൻ പൾസ് അറിഞ്ഞെടുത്തിട്ടുണ്ട്. ജനങ്ങളെ എങ്ങനെ ചിരിപ്പിക്കാമെന്ന് പുള്ളിക്കാരൻ നല്ലപോലെ അറിയാം. അതിൽ ഈ സ്ക്രിപ്റ്റ് റൈറ്ററും ഒരു നല്ലൊരു പാർട്ട്. സ്ക്രിപ്റ്റ് റൈറ്ററിനും റൈറ്റിംഗ് ക്രെഡിറ്റ്സ് ദീപു പ്രദീപാണ് ഇതിന്റെ കഥ എഴുതിയിരിക്കുന്നത്. പുള്ളിക്കാരൻ സൂപ്പറായിട്ട് തന്നെ ഒരു കഥ എഴുതിയിട്ടുണ്ട്. കല്യാണം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിൽ ചെറിയ ട്വിസ്റ്റും കോമഡികളൊക്കെ നല്ലപോലെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു സ്ക്രിപ്റ്റ്. അതിനെ വൃത്തിയായിട്ട് നമ്മുടെ ഡയറക്ടർ വിപിൻ ദാസ് ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. സിനിമ എന്തായാലും ഒരു ഗംഭീര വിജയമായിരിക്കും മലയാളത്തില്. ഇതിൽ എന്താ പറയാ, മെയിനായിട്ട് പൃഥ്വിരാജും ബേസിൽ ജോസഫും അഴിഞ്ഞാടിയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അഴിഞ്ഞാടിയിരിക്കുകയാണ്. തിയേറ്ററിൽ പൂരപ്പറമ്പ്, ചിരിയുടെ പൂരപ്പറമ്പാണ്. മനസ്സിലായില്ല? ഇവർ രണ്ടുപേരും ഫസ്റ്റ് സ്ക്രീനിൽ വന്നത് തൊട്ട് പിന്നെ അങ്ങോട്ട് ചിരി മേളമാണ്. അതിലെല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവര് മാത്രം എന്ന് പറയില്ല, പക്ഷെ ഇവരാണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത്. അതിൽ കുറെ പേരുടെ പേര് എനിക്കറിയില്ല, അതുകൊണ്ട് പേര് നോക്കിയിട്ട് വേണം പറയാൻ. ഇവരൊക്കെ നല്ല സൂപ്പറായിട്ട് കോമഡിയും ഇതിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. മെയിൻലി സിജു സണ്ണി, പുള്ളിക്കാരൻ നമ്മുടെ രോമാഞ്ചത്തിലൊക്കെ ഉണ്ടായിരുന്നു. വേറെ ലെവൽ ക്യാരക്ടറാണ്. ബേസിലിന്റെ ഫ്രണ്ടായിട്ട് വന്നിട്ട് ത്രൂ ഔട്ട് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇടയിൽ നല്ല കൗണ്ടറൊക്കെ അടിക്കുന്നുണ്ട്. അതുപോലെ സാഫ് ബ്രോ, പുള്ളിക്കാരൻ മറ്റേ 18+ അഭിനയിച്ച ഒരു പയ്യനാണ്. ബേസിൽ ജോസഫിന്റെ ബ്രദറായിട്ട് വന്നിട്ട് പുള്ളിക്കാരൻ നല്ല തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജോമോൻ ജോതൻ, ഈ പുള്ളിക്കാരൻ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട്. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. പുള്ളിക്കാരന് നല്ല വെറൈറ്റി കോമഡികൾ ഇട്ടിട്ടുണ്ട്. നല്ലപോലെ കോമഡി വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അതിൽ ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞല്ലോ, പൃഥ്വിരാജ് ബേസിൽ ജോസഫ് ഇവരുടെ കോമ്പിനേഷനിൽ വരുന്ന എല്ലാ സീനും സൂപ്പറാണ്. അത് നിങ്ങൾക്ക് തിയേറ്ററിൽ ഉറപ്പായിട്ടും ചിരി വരുത്തും. അപ്പൊ പിന്നെ ബാക്കി നമ്മുടെ ബൈജു ചേട്ടനായിക്കോട്ടെ, ജഗതി ചേട്ടനായിക്കോട്ടെ, അനശ്വരരാജനായിക്കോട്ടെ, നിഖില വിമൽ ആയിക്കോട്ടെ, ഇവരെല്ലാവരും തന്നെ സൂപ്പറായിട്ട് തന്നെ അതിന്റെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലായിട്ടും ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ നമ്മുടെ ഇതിന്റെ ക്ലൈമാക്സോടൊക്കെ അടുത്തപ്പോൾ എനിക്ക് ഗോഡ് ഫാദറൊക്കെ ഓർമ്മ വന്നു. ആ ഒരു കല്യാണത്തിന്റെ ഒരു കൂട്ടത്തല്ലും അതിന്റെ ഇടയിൽ കൂടെ ഒരു കല്യാണം, അതൊരു പൊളിയായിരുന്നു കേട്ടോ. ക്ലൈമാക്സ് എസ്പെഷ്യലി സൂപ്പറായിരുന്നു. അതിൽ നമ്മുടെ ഇതിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത് അങ്കിത് മേനോനാണ്. പുള്ളിക്കാരൻ നല്ല വൃത്തിയായിട്ട് ചെയ്തിരുന്നത്. എസ്പെഷ്യലി അഴകിയ ലൈല ആ പാട്ടിനെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വരുന്ന സിറ്റുവേഷനൊക്കെ പൊളിയാണ്. അതുപോലെ തന്നെ ഒരു സസ്പെൻസ് ഉണ്ട് ക്ലൈമാക്സിൽ. പൃഥ്വിരാജിന്റെ ഒരു വളരെ ഫേമസ് ആയ ഒരു സിനിമയുടെ ഒരു എന്താ പറയാ, ഒരു റീക്രിയേഷൻ പോലെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് തിയേറ്ററിൽ എന്തായാലും ചിരി പടർത്തും. ചിരി പൂരമായിരിക്കും തിയേറ്ററിൽ. പടം എന്തായാലും ഒരു സൂപ്പർ ഫൺ എന്റർടൈനർ ആണ്. റൊമാൻറ്റിക് കോമഡി എന്റർടൈനർ ആണ്. ഇത് ഉറപ്പായും ഫാമിലിക്ക് തീർച്ചയായും തിയേറ്ററിൽ പോയിരുന്നു നല്ലപോലെ എൻജോയ് ചെയ്ത് കാണാം. ഫാമിലിക്ക് മാത്രമല്ല, എല്ലാവർക്കും തിയേറ്ററിൽ പോയിരുന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. ഫാമിലിയോടെ ഉറപ്പായും കയ്യിലെടുക്കും. അപ്പോൾ അടുത്ത സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രി ഹിറ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മുടെ എന്താ പറയാ, പ്രേമലും ആവേശവും ഒക്കെ പോലെ തന്നെ ഇതൊരു വൻ ഹിറ്റ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ തിയേറ്ററിൽ തന്നെ ഈ സിനിമ കാണാം. തിയേറ്ററിൽ നല്ലപോലെ എൻജോയ് ചെയ്യാനുള്ള ഒരു സിനിമ തന്നെയാണ്. ഗുരുവായൂർ അമ്പല നടയിൽ മിസ് ചെയ്ത കാണാം. ഇതിനി പോരായ്മകൾ ഉണ്ടോന്ന് വെച്ചാൽ എനിക്ക് പോരായ്മകളായിട്ട് പറയാനുള്ളത് യോഗി ബാബുവിന്റെ ക്യാരക്ടർ മാത്രമാണ്. തമിഴ് ഇവർക്ക് അത്രത്തോളം കൈകാര്യം ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് തോന്നുന്നു പുള്ളിക്കാരന് എഴുതി കൊടുത്ത ഡയലോഗൊന്നും അത്ര പഞ്ചും അതിലത്ര കോമഡിയൊന്നും ഉണ്ടായിരുന്നില്ല. ബാക്കിയെല്ലാം പൊളിയാണ് ഗായ്സ്. കിടിലം പടം. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാൻ, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. അത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഒബീസ് വേൾഡ്. ഞാൻ അടുത്തൊരു വീഡിയോ പെട്ടെന്ന് വരുന്നതായിരിക്കും. ബൈ ഗായ്സ്.